ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒന്ന് കട വരെ പോയിട്ട് വരാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഇതെൻ്റെ സൈക്കിളൊക്കെ വെച്ചേക്കുന്ന സ്റ്റോറാണ് കേട്ടോ. ഇവിടെ സൈക്കിളൊക്കെ നമ്മൾ പൂട്ടി വെച്ചില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് പോകും. സൈക്കിൾ കള്ളന്മാർ ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ കാക്കിരി പീക്കിരി പിള്ളേരുടെ കയ്യിൽ നിന്ന് മുതൽ സൈക്കിൾ ഉണ്ടാവും കേട്ടോ. എല്ലാ വീട്ടിലും കാണും സൈക്കിള്. നമ്മുടെ മുറ്റത്ത് ഒരു പൊടി സൈക്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ സൈക്കിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 വയസ്സായ കുട്ടിയുടെ സൈക്കിളാണെന്ന് തോന്നുന്നു. അത് അത്രയ്ക്ക് ചെറുതാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കൂടിയാട്ടോ കടയിൽ പോകുന്നത്. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വന്നത് വിൻ്ററിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാടം ഫുൾ കോടമഞ്ഞിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. അതിൻ്റെ രസം കണ്ടിട്ടാണ് ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് ഉറപ്പിച്ചത് തന്നെ. അടുത്തൊന്നും കടയില്ലാന്ന് എടുക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നാലും വേണ്ടില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് തൊട്ട് ബാക്കിലുള്ള ഒരു ചെറിയ കാടാണ് കേട്ടോ. ഇവിടെ എപ്പോഴും മാനും മുയലും ചെറിയ ചെറിയ അണ്ണാനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞ സമയം പോയല്ലേ. ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇവിടെ വന്നിരുന്നു ഊഞ്ഞാലാടലൊക്കെ പതിവാണ്. ഇതൊരു കുഞ്ഞു പ്ലേ ഹൗസാണേ. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പീക്കിരി സൈക്കിള്. ആ പച്ച കണ്ട. ഏത് പ്ലേ ഗ്രൗണ്ട് കണ്ടാലും എല്ലാ റൈഡിലും പോയി ഒന്ന് ആടുക അല്ലെങ്കിൽ കയറുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വിനോദമാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും പ്ലേ ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതിനുള്ള അവസരം കിട്ടാറുമുണ്ട്. ഊഞ്ഞാൽ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. വിശന്ന് തുടങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. ഇത് ചോറും മീൻകറിയും കൂണും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനിവിടെ വന്ന സമയത്ത് നല്ല അരിയൊന്നും കിട്ടില്ലായിരുന്നു. വന്നപ്പോൾ തന്നെ അറിയില്ലല്ലോ എവിടെ പോയി എന്ത് മേടിക്കണമെന്നൊന്നും. അപ്പോൾ ജാസ്മിൻ റൈസാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അതാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടിപ്പിടിക്കലും ഒക്കെ ആയിരുന്നു. കൂടുതൽ വെന്ത് പോകാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മലയാളി ചേച്ചിയാണ് പറഞ്ഞു തന്നത് പർബോയിൽഡ് റൈസ് ഉപയോഗിക്കാൻ, അത് കുറച്ചുകൂടെ നല്ലതാണെന്ന്. പിന്നെ നമ്മൾ അത് വാങ്ങി ട്രൈ ചെയ്തപ്പം അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഹസ്ബൻഡും വന്ന് സഹായിക്കാനായിട്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാട്ടോ ഇത്രയ്ക്ക് ആർഭാടം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കലാണ് പതിവ്. പക്ഷേ ഇന്നൊരബദ്ധം പറ്റി. മീൻ പതിവില്ലാത്തൊരു മീനാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ വായിച്ചു നോക്കാനൊന്നും പോയില്ല. നേരെ പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് ഉണ്ടാക്കുക ചെയ്തേ. ഉണ്ടാക്കി കഴിച്ചപ്പോഴായിരുന്നു മനസ്സിലായത് ആ മീൻ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചതായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ഉപ്പായിരുന്നു. കറിക്ക് ഉപ്പില്ലെങ്കിലും മീനിന് ഭയങ്കര ഉപ്പായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു? ഇനി എന്ത് മേടിച്ചാലും ഫിനിഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി സാധനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ മേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റും. മീനിന് ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലാക്കാതെയുള്ള എൻ്റെ തുള്ളലാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതറിഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം നിന്നോളും. ആദ്യം സൈക്കിളിൽ പോയപ്പം കാണിച്ചു തന്ന കാർഡില്ലേ, ആ സെയിം കാർഡ് തന്നെയാണ് കേട്ടോ ഇതും. സമയം കൊണ്ട് നമ്മുടെ മീൻകറിയും കൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇനി കഴിക്കാം. സാറ്റർഡേ ആണെന്നുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രോജക്റ്റിൻ്റെ വർക്ക് ബാക്കി ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കോഴ്സെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആവാറായി. സബ്ജക്ട്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഫൈനൽ തീസിസ് മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ. അതും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണിപ്പോൾ. അപ്പം അതിൻ്റെ വർക്കെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. ഇനിയൊരു കുളി കൂടെ കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.